എനിക്ക് ഈ വേദി ഒരു കുടുംബ സദസ്സാണ്. ബെൻസ എന്ന ബിസിനസ് ടെർമിനോളജിയിൽ വരുന്ന ഭാഗ്യവാന്മാർക്ക് കാറുകൾ കൊടുക്കുന്ന ഒരു വേദി മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത് എൻ്റെ ഹൃദയത്തിൽ തൊട്ട ഒരാളാണ് നന്ദിലത്ത് ജി മാർട്ടിൻ്റെ MD ആയിട്ടുള്ള ഗോപിച്ചേട്ടൻ. ഞാൻ കേരളോർമ്മയിൽ 38 വർഷം മുമ്പ് പഠിക്കാൻ വരുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് കൈനീട്ടിയിട്ടുള്ള ഒരാളാണ് ഗോപിച്ചേട്ടൻ്റെ മുന്നിൽ. പക്ഷേ അദ്ദേഹം അകമഴിഞ്ഞെന്നെ സഹായിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചു, ഇദ്ദേഹം ഇവിടെ ഇരിക്കേണ്ട ഒരാളല്ല, കേവലം മുനിസിപ്പൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഇടനാഴിയിൽ ഒരു കടയുമായിരിക്കേണ്ട ആളല്ല. ഇദ്ദേഹം വളരണം, ഇദ്ദേഹം വളരും. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു തൊഴിൽദായക ശക്തിയായി 4000-ഓളം പേർക്ക് ദേശം പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ കൊടുക്കുന്ന ഒരാളായി അദ്ദേഹം വളർന്നു. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ പിന്നിൽ കഠിനാധ്വാനമുണ്ട്. അത് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. കുഞ്ചൻ നമ്പ്യാർ 200 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് ഈ ഭൂമിയിൽ പരക്ലേശ വിവേകമുള്ളൂ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണാനും എടുക്കാനും ഇല്ലാത്ത ഒരവസ്ഥയല്ല. പരക്ലേശ വിവേകം അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വേദനകളെയും സങ്കടങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ തൃശ്ശൂരിലെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ശക്തൻ തമ്പുരാൻ്റെ ഈ മണ്ണ് നിങ്ങളും ഞാനും അറിയുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉന്നതിയുള്ള ഒരു മണ്ണാണ്. കോഴിക്കോടിനോ എറണാകുളത്തിനോ പാലക്കാടിനോ മലപ്പുറത്തിനോ ഉള്ളതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ഭദ്രതയും ഉന്നമനവുമുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ വ്യാവസായിക വിജയത്തിൻ്റെ പതാക ഉയർത്തുക എന്ന് വെച്ചാൽ അത് 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. തൃശ്ശൂർ 4 ദേശസാൽകൃത ബാങ്കുകളുടെ ആസ്ഥാനമാണ്, നിങ്ങൾക്കറിയാം. 428 കുറിക്കമ്പനികളുടെ ആസ്ഥാനമാണ്, നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ സമ്പന്നരിൽ ഭൂരിഭാഗവും ജീവിക്കുന്നത് തൃശ്ശൂരാണ്, അത് നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു വ്യവസായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും തൻ്റെ വ്യവസായിക സാമ്രാജ്യത്തിൻ്റെ അടിത്തൂൺ പാകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒക്കെ തന്നെ മാതൃകാപരമായി അദ്ദേഹം നിലനിൽക്കുന്നു. ഞാൻ ആരുമല്ലാതിരുന്ന ഒരു കാലത്ത്, ഇപ്പോൾ പേരിന് ആമയും മുയലും കളിച്ച് ഒരാമ ജയിച്ചു എന്ന പോലെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ആരുമല്ലാതിരുന്ന കാലത്ത് ഓരോ പ്രവർത്തകരെയും സംരക്ഷിക്കുക എന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. തൃശ്ശൂർ ഒരു സാംസ്കാരിക തലസ്ഥാനമാകുന്നത്
അതിൻ്റെ നിർണായകമായ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. ഒരു മതേതര പാരമ്പര്യം, അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്കൊപ്പം കസ്റ്റമേഴ്സിനെ ചേർത്ത് പിടിക്കാനുള്ള വളരെ വലിയ ഉത്തരവാദിത്വം, ഇതെല്ലാം തൃശ്ശൂരിലെ വ്യവസായ പ്രമുഖരെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വളർന്ന് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എന്താണെന്നറിഞ്ഞ് കുടുംബത്തോടൊപ്പം പൊരുതി നിന്ന് ഒരു പടക്കളത്തിൽ അശ്വമേധയാഗം വിജയിച്ച ആഘോഷത്തോടെയാണ് അദ്ദേഹം തൃശ്ശൂരിൽ ഇപ്പോൾ നിൽക്കുന്നത്. നന്ദിലത്ത് ജി മാർട്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിവൈസിൻ്റെ ഒരു മറുപേരായി കേരളത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷപൂർവ്വം തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എത്രമാത്രം ഡിജിറ്റൽ ഡിവൈസുകൾ വിൽക്കുന്ന ടി വികളും ഗൃഹോപകരണങ്ങളും മറ്റുമൊക്കെ വിൽക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുന്ന ഒരു സ്ഥാപനമായി ജനമനസ്സിൽ മുദ്ര പതിപ്പിച്ച ഒരു സ്ഥാപനമാണ് ജി മാർട്ട്. ജി മാർട്ട് എന്നൊരു ഐക്കണായി മാറിയിട്ടുണ്ട് തൃശ്ശൂരിൻ്റെ. കുറച്ചുകൂടി വളർന്നാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദായക മേഖലയായി ഈ കമ്പനിക്ക് മാറാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിന് അനുഗ്രഹീതമായി ലഭിച്ചിട്ടുള്ള 2 മക്കളും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഈ വ്യവസായത്തിൻ്റെ എല്ലാവിധമായ സർവതോന്മുഖമായ വികസനത്തിന് വേണ്ടി സർവാത്മന സമർപ്പിത ചേതസ്സോടെ പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹം തൃശ്ശൂരിൽ വളർന്നു വരുന്ന എന്ന് ഞാൻ പറയുന്നില്ല, വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. ഈ വ്യാവസായിക സാമ്രാജ്യത്തിൻ്റെ വികാസം സൗത്ത് ഏഷ്യയിലോളം നീളണം എന്നാണ് എൻ്റെ താല്പര്യം. കാരണം ഒരാഗോള വിശ്വപൗര സങ്കല്പം നമ്മുടെ ഇടയിൽ വളർന്നു വന്നിട്ടുണ്ട്. ആ വിശ്വപൗര സങ്കല്പത്തെ യഥാർത്ഥമാക്കും വിധം നമ്മുടെ സൗത്ത് ഏഷ്യയിലെ എല്ലാ രാഷ്ട്രങ്ങളിലേക്കും ഈ വ്യവസായ ശൃംഖല വ്യാപിക്കേണ്ടതുണ്ട്. നമുക്ക് അഭിമാനിക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട് തൃശ്ശൂരിൽ. സ്വർണത്തിൻ്റെ, മഞ്ഞലോഹത്തിൻ്റെ സുവർണ ആസ്ഥാനമാണ് കേരളം. ചിട്ടിക്കമ്പനികളുടെ ആസ്ഥാനമാണ് കേരളം. ബാങ്കുകളുടെ ആസ്ഥാനമാണ് കേരളം. പക്ഷേ എടുത്തു പറയുന്ന വ്യവസായശാലകളുടെ ആസ്ഥാനമല്ല തൃശ്ശൂർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മുടെ കല്ലുര കമ്പനികളും നമ്മുടെ ടയർ മോൾഡിംഗ് കമ്പനിയും നമ്മുടെ ഓട്ട് കമ്പനിയും തൃശ്ശൂരിൽ നിന്ന് വിട പറഞ്ഞിട്ട് വർഷങ്ങളായി എന്ന് വെച്ചാൽ 10,000-കണക്കിന് പരമ്പരാഗത വ്യവസായ തൊഴിലാളികളാണ് തൊഴിലില്ലാതെ കാലഘട്ടത്തിൻ്റെ നൈരന്തര്യമനുസരിച്ച് അതിൻ്റെ വ്യവസായ ശൃംഖലകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത്. എന്നാൽ അവരെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും അവരിൽ നല്ലൊരു ശതമാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാറുന്ന ലോകത്തിൻ്റെ പുതിയ വ്യവസായ സമവാക്യത്തിനനുസൃതമായി തൃശ്ശൂരിനെ മാറ്റിത്തീർക്കാൻ ജി മാർട്ടിന് കഴിഞ്ഞിട്ടുണ്ട്. ജി മാർട്ട് കുടുംബം എന്ന് പറഞ്ഞാൽ ഗോപിച്ചേട്ടനും സഹധർമ്മിണിയും മക്കളും ചേർന്ന കുടുംബം മാത്രമല്ല. അദ്ദേഹം ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ ജോലിക്കാരും എൻ്റെ കസ്റ്റമേഴ്സുമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. കല്യാണരാമൻ എന്ന് പറയുന്ന ജുവല്ലറി ഉടമ വ്യാവസായിക പരസ്യത്തിലൂടെ പറഞ്ഞതുപോലെ വിശ്വാസമാണെല്ലാം, അതിലുപരി വിശ്വാസത്തിനും അപ്പുറമാണെല്ലാം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ
വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വിശപ്പ് രഹിത ജില്ലയായി തൃശ്ശൂരിനെ മാറ്റാൻ, തൃശ്ശൂരിൻ്റെ റൗണ്ടിന് ചുറ്റും പട്ടിണി കിടക്കുന്നവരെ സംരക്ഷിക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം. അദ്ദേഹം അതിനൊരുങ്ങണം. അതിന് വലിയ പണം ചിലവൊന്നുമില്ല. അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ദീപശിഖ എല്ലാ ജില്ലാ സ്ഥാനത്തേക്കും പടർത്തുന്നതിനായി അദ്ദേഹത്തിന് കഴിയണം. ഞാൻ എൻ്റെ സംസാരം തുടങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കഷ്ടപ്പാടറിഞ്ഞവർക്ക് അതിൻ്റെ വില അറിയൂ. അത് കുഞ്ചൻ നമ്പ്യാർ എഴുതിയ കവിതയാണ്. ഒരു കാര്യം പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ കൗതുകകരമായൊരു കാര്യത്തിലേക്ക് ആകർഷിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇത്ര നേരം സംസാരിക്കണം എന്നാഗ്രഹിച്ചതല്ല. എൻ്റെ അനുജൻ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ മേയറും എത്തിച്ചേരാൻ വൈകും. അതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് ഞാൻ ഈ സമയത്തെ കാണുകയാണ്. ക്ഷമിക്കണം. കേരളത്തിൽ വലിയ വ്യവസായങ്ങൾ സാധ്യമല്ല. കാരണം ജനസാന്ദ്രത ഇത്രയുമുള്ള സംസ്ഥാനത്തിൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ വൻകിട ഫാക്ടറികൾ നമുക്ക് സാധ്യമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമുക്ക് സാധ്യമാണ്. ഈ സംരംഭത്തിലൂടെ കേരളത്തിൻ്റെ തൊഴിൽദായക മേഖലയിൽ നിർണായക സാന്നിധ്യം ആയി വളർന്നു വരുന്ന ജി-മാർട്ടിനും അതിൻ്റെ സാരഥിയായിട്ടുള്ള ഈ രഥം തെളിക്കുന്ന ഗോപിച്ചേട്ടനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ പിന്തുണ അവർക്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും ഈ സായാഹ്നത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. Thank you, sir.